നമസ്കാരം. തണൽ ഡെക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈദരാബാദിലെ 84% IT തൊഴിലാളികളെയും മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റി ലിവർ ബാധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. ശുദ്ധ സംഗീത ശാഖകളായ കർണാടക സംഗീതത്തിൻ്റെയും കഥകളി സംഗീതത്തിൻ്റെയും അത്യപൂർവ സംഗമമായ സംഗീത സദ്യയ്ക്ക് ഹൈദരാബാദിലെ ലാൽ ബസാർ അയ്യപ്പ സന്നിധിയിൽ ആഗസ്റ്റ് 30 വൈകിട്ട് 6:30 തിരശ്ശീല ഉയരുന്നു. 50 വർഷം പഴക്കമുള്ള തപാൽ വകുപ്പിന്റെ രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനം സെപ്റ്റംബർ 1 മുതൽ സ്പീഡ് പോസ്റ്റുമായി ലയിപ്പിച്ച് നവീകരിക്കുന്നു. സെക്കന്ദ്രാബാദിലെ തണൽ മലയാളി സേവാ സമിതിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ തണലോണം 2025 ആഗസ്റ്റ് 10 മൽക്കജിഗിരി തിരുമല ഗാർഡൻ ഫംഗ്ഷൻ ഹാളിൽ വെച്ച് ആഘോഷിച്ചു. കനത്ത മഴയിൽ വിറങ്ങലിച്ച് ഇരട്ട നഗരം. ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ RV കർണൻ ആഗസ്റ്റ് 8 നഗരത്തിലെ മഴക്കെടുതിയിൽപ്പെട്ട പ്രദേശങ്ങൾ സന്ദർശിച്ചു. വിമാനയാത്രക്കാരുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് കൊച്ചി നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുന്നു. ഹൃദ്രോഗങ്ങൾ മൂലമുണ്ടാകുന്ന ആകസ്മിക മരണങ്ങൾ തടയാൻ നേരത്തെയുള്ള രോഗനിർണയം സഹായിക്കുമെന്ന് ഹൈദരാബാദ് ബെഞ്ചാര ഹിൽസ് കെയർ ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സൂര്യപ്രകാശ് റാവു. അന്തരിച്ച് 36 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീറിന് ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിന് സമീപം സ്മാരകമുയരുന്നു. ഓണക്കാലത്തെ വരവേൽക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകളുമായി പൊതുവിതരണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള സപ്ലൈകോ. വാർത്തകൾ വിശദമായി. ഹൈദരാബാദിലെ 84% IT തൊഴിലാളികളെയും മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റി ലിവർ ബാധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. ഹൈദരാബാദ്, ബംഗളൂരു പോലുള്ള വിവര സാങ്കേതിക വിദ്യാ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി ഹബുകളിൽ ജോലി ചെയ്യുന്നവർക്കിടയിൽ ഇത്തരം രോഗാവസ്ഥ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിവരം. ഇത്തരം നഗരങ്ങളിലെ രോഗബാധിതരായ IT തൊഴിലാളികളിൽ 71% പേർക്കും അമിതവണ്ണമുണ്ട്. 34% പേർക്ക് ഹൃദ്രോഗം, പ്രമേഹം, കരൾ എന്നിവയുമായി ബന്ധപ്പെട്ട മെറ്റബോളിക് സിൻഡ്രോമിന്റെ ലക്ഷണങ്ങളുമുണ്ട്. നിലവിലെ ഈ പ്രതിസന്ധിയെ പ്രതിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള പരിപാടികൾക്ക് സർക്കാർ ബഹുമുഖ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ ആരോഗ്യകരമായ ഭക്ഷണക്രമം, ശാരീരിക വ്യായാമം, ഭാരനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കാമ്പയിനുകളും സംഘടിപ്പിച്ചു വരുന്നു. ശുദ്ധ സംഗീത ശാഖകളായ കർണാടക സംഗീതത്തിൻ്റെയും കഥകളി സംഗീതത്തിൻ്റെയും അത്യപൂർവ സംഗമമായ സംഗീത സദ്യയ്ക്ക് ഹൈദരാബാദിലെ ലാൽ ബസാർ അയ്യപ്പ സന്നിധിയിൽ ആഗസ്റ്റ് 30 വൈകിട്ട് 6:30 തിരശ്ശീല ഉയരുന്നു. സംഗീതാസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാൻ എത്തുന്നത് അനുഗ്രഹീത കലാകുടുംബത്തിൽ നിന്നുള്ള ശ്രീ നെടുമ്പള്ളി രാംമോഹനും ശ്രീമതി മീര രാംമോഹനും മാസ്റ്റർ നിരഞ്ജൻ മോഹനുമാണ്. ഒപ്പം ഹൈദരാബാദിലെ സംഗീത പ്രേമികൾക്ക് സുപരിചിതരായ മൃദംഗ വിദ്വാൻ ശ്രീ TP ബാലസുബ്രഹ്മണ്യത്തിന്റെ മൃദംഗ വായനയും വിദ്വാൻ ശ്രീ മഹാവതി വാസുശാസ്ത്രികളുടെ വയലിൻ വായനയും ഉണ്ടായിരിക്കും. സംഗീത സന്ധ്യയുടെ ഈ മനോഹര അനുഭവത്തിലേക്ക് സഹൃദയരായ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകരായ ലക്ഷ്മി വിജയകൃഷ്ണൻ, മുരളി വാര്യർ എന്നിവർ അറിയിച്ചു.
50 വർഷം പഴക്കമുള്ള തപാൽ വകുപ്പിന്റെ രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനം സെപ്റ്റംബർ 1 മുതൽ സ്പീഡ് പോസ്റ്റുമായി ലയിപ്പിച്ച് നവീകരിക്കുന്നു. ജോലി ഓഫറുകൾ, നിയമ നോട്ടീസുകൾ, സർക്കാർ കത്തിടപാടുകൾ എന്നിവയ്ക്കാണ് ഈ സർവീസ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. വിശ്വാസ്യത, താങ്ങാവുന്ന നിരക്ക്, നിയമസാധുത എന്നിവ കൊണ്ടാണ് രജിസ്റ്റേർഡ് പോസ്റ്റ് ജനപ്രീതി നേടിയിരുന്നത്. സ്പീഡ് പോസ്റ്റിന് കീഴിൽ സേവനങ്ങൾ ഏകീകരിച്ച് ട്രാക്കിംഗ് കൃത്യത, വേഗത, പ്രവർത്തനക്ഷമത എന്നിവ മെച്ചപ്പെടുത്താനാണ് തപാൽ വകുപ്പ് ലക്ഷ്യമിടുന്നത്. സെക്കന്ദരാബാദിലെ തണൽ മലയാളി സേവാ സമിതിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ തണലോണം 2025 ആഗസ്റ്റ് 10 മൽക്കജിഗിരി തിരുമല ഗാർഡൻ ഫംഗ്ഷൻ ഹാളിൽ വെച്ച് ആഘോഷിച്ചു. ഔദ്യോഗിക ജോലിത്തിരക്കുകൾക്കിടയിലും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ശ്രീമതി അനിത രാമചന്ദ്രൻ IAS അവർകൾ, വിശിഷ്ടാതിഥിയായി എത്തിയ കണ്ണാട്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്ഥാപകനും വേൾഡ് മലയാളി കൗൺസിൽ ചെയർമാനുമായ ബഹുമാനപ്പെട്ട ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ, എയ്മ തെലങ്കാന ഘടകം സെക്രട്ടറി ശ്രീ VAK ഉണ്ണിമേനോൻ, CTRMA പ്രസിഡന്റ് ശ്രീ ലിബി ബെഞ്ചമിൻ, തണൽ ചെയർമാൻ ശ്രീ CG ചന്ദ്രമോഹൻ തുടങ്ങി വേദി പങ്കുവച്ച എല്ലാ പ്രമുഖരെയും സദസ്സിനെയും തണൽ പ്രസിഡന്റ് ശ്രീ TV വർഗീസ് സ്വാഗതം ചെയ്തു. സെക്രട്ടറി ശ്രീ പ്രദീപ് പൊന്നൻ ആശംസകളും നേർന്നു. ബഹുമാനപ്പെട്ട ശ്രീമതി അനിത രാമചന്ദ്രൻ IASനെ പൊന്നാടയണിയിച്ച് ശ്രീമതി ഷേർലി മുരളി സ്വീകരിച്ചപ്പോൾ മെമന്റോ നൽകിയത് തണൽ പ്രസിഡന്റ് ശ്രീ TV വർഗീസ് ആയിരുന്നു. ബഹുമാനപ്പെട്ട ശ്രീ കണ്ണാട്ട് സുരേന്ദ്രനെ തണൽ ജോയിന്റ് സെക്രട്ടറി ശ്രീ രേണു K തോമസ് പൊന്നാടയണിയിച്ചു സ്വീകരിച്ചപ്പോൾ മെമന്റോ നൽകിയത് ഫിനാൻസ് അഡ്വൈസറായ ശ്രീ ബാബുമോൻ ആയിരുന്നു. കേരളത്തിലെ യുവതലമുറ മയക്കുമരുന്നിന് അടിപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചും ഈ മഹാമാരിയിൽ നിന്നും അവരെ രക്ഷിച്ച് നാട്ടിൽ സമാധാനം നിലനിർത്തേണ്ടതിൻ്റെയും അമ്മമാരുടെ കണ്ണുനീർ തുടക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് ശ്രീമതി അനിത രാമചന്ദ്രൻ IAS ഓണ സന്ദേശത്തിലൂടെ സദസ്സിനെ ഓർമ്മിപ്പിച്ചു. ഹൈദരാബാദിലെ മലയാളി കുടുംബങ്ങൾക്ക് തണലായി മുമ്പോട്ട് പോകുന്ന തണലിനെ ശ്രീമതി അനിത രാമചന്ദ്രൻ IAS അവർകൾ അഭിനന്ദിച്ചു. ജനപ്രിയനാകുമ്പോൾ ഏത് നേതാവിനും സംഭവിക്കുന്നത് പോലെ മഹാബലിക്കും ശത്രുക്കളും അസൂയാലുക്കളും ഉണ്ടായി. മാവേലി നാടുവാണിരുന്ന ആ ഒരു നല്ല കാലത്തെ ഓർമ്മകളുമായി മലയാളി എന്നും ഓണം ആഘോഷിക്കും. കഷ്ടതകളും ആശങ്കകളും ഇല്ലാത്ത ഒരു ജീവിതവും നാം പ്രതീക്ഷിക്കരുത്. എന്നാൽ ഇതിനിടയിലൂടെ നമുക്ക് ജീവിക്കാൻ സന്തോഷത്തിൻ്റെ തുരുത്തുകൾ നാം കണ്ടെത്തണമെന്നും ബഹുമാനപ്പെട്ട ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ പറഞ്ഞു. ഒപ്പം തണൽ മലയാളി സേവാ സമിതിയുടെ ആഘോഷ പരിപാടി ഒരു വലിയ ഓണസദ്യയായി മാറട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. എയ്മ തെലങ്കാന സെക്രട്ടറി ശ്രീ VAK ഉണ്ണിമേനോൻ, CTRMA പ്രസിഡന്റ് ശ്രീ ലിബി ബെഞ്ചമിൻ, തണൽ ചെയർമാൻ ശ്രീ CG ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു. ഖജാൻജി ശ്രീ ദീപക് ദിവാകർ നന്ദി പ്രകാശനം നടത്തി. 12ാം ക്ലാസ്സിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങി വിജയിച്ച മാസ്റ്റർ ജസ്വിൻ M ചെറിയാന് മെമന്റോ നൽകി ശ്രീമതി അനിത രാമചന്ദ്രൻ IAS ആദരിച്ചപ്പോൾ പരേതനായ ശ്രീ P കൃഷ്ണന്റെ ഓർമ്മയ്ക്കായി ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചത് ശ്രീമതി നളിനി കൃഷ്ണനാണ്. 10ാം ക്ലാസ്സിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങി വിജയിച്ച മിസ് ദയാസുദേവന് മെമന്റോ നൽകി ശ്രീമതി അനിത രാമചന്ദ്രൻ IAS ആദരിച്ചപ്പോൾ അകാലത്തിൽ പൊലിഞ്ഞ കുമാരി സ്വാതി മോഹനന്റെ സ്മരണയ്ക്കായി ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചത് മിസ്റ്റർ ശ്രീകുട്ടനാണ്. മാത്തമാറ്റിക്സിൽ PhD ബിരുദം നേടിയ ഡോക്ടർ അഞ്ജു ശ്രീകൃഷ്ണൻ, ബാച്ചിലർ ഓഫ് ദന്തൽ സർജറിയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിരുദം നേടിയ ഡോക്ടർ വിനീത നായർ എന്നിവരെയും ശ്രീമതി അനിത രാമചന്ദ്രൻ IAS മെമന്റോ നൽകി ആദരിച്ചു. തണൽ ഡക്കാൻ വാർത്താ ചാനലിന് നൽകി വരുന്ന മികച്ച സംഭാവനയ്ക്ക് ശ്രീ TK രാജേന്ദ്രനെയും തണലോണ സ്മരണിക അതിഗംഭീരവും കളർഫുള്ളുമാക്കി പുറത്തിറക്കിയതിന് വൈസ് പ്രസിഡന്റും സുവനീർ കമ്മിറ്റി കൺവീനറുമായ ശ്രീ VK ബാലനെയും മെമന്റോ നൽകി ബഹുമാനപ്പെട്ട ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ ആദരിച്ചു. തണലോണ സ്മരണികയുടെ പ്രകാശനം ശ്രീമതി അനിത രാമചന്ദ്രൻ IAS നിർവഹിച്ചു. കലാഭവൻ രാകേഷും സംഘവും അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷൻ മെഗാഷോയും ഗസ്റ്റ് ആർട്ടിസ്റ്റായി എത്തിയ സിനിമാ നടനും കോമഡി ആർട്ടിസ്റ്റുമായ പാഷാണം ഷാജി എന്നറിയപ്പെടുന്ന ശ്രീ ഷാജു നവോദയ ഒരുക്കിയ കോമഡി ഷോയും ശ്രീമതി ദേവി ബാലനും സംഘവും അവതരിപ്പിച്ച തിരുവാതിരകളിയും ഓണസദ്യയും സദസ്സ് ആവോളം ആസ്വദിച്ചു.
ഷാജു നവോദയയ്ക്ക് തണൽ സെക്രട്ടറി ശ്രീ പ്രദീപ് പൊന്നൻ പൊന്നാട അണിയിച്ചു. ഖജാൻജി ശ്രീ ദീപക് ദിവാകർ മെമന്റോയും നൽകി ആദരിച്ചു. മ്യൂസിക്കൽ ഫ്യൂഷൻ മെഗാ ഷോയ്ക്ക് നേതൃത്വം നൽകിയ ശ്രീ കലാഭവൻ രാകേഷിന് പൊന്നാട അണിയിച്ചതും മെമന്റോ നൽകി ആദരിച്ചതും അഡ്വൈസർമാരായ ശ്രീ സുഗതൻ കാർത്തികേയനും ശ്രീ ചെന്താമരാക്ഷനുമാണ്. വൈകിട്ട് 5 മണിയോടെ ഈ വർഷത്തെ തണലിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് കൊടിയിറങ്ങി. കനത്ത മഴയിൽ വിറങ്ങലിച്ച് ഇരട്ട നഗരം. ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ RV കർണൻ ആഗസ്റ്റ് 8-ന് നഗരത്തിലെ മഴക്കെടുതിയിൽപ്പെട്ട പ്രദേശങ്ങൾ സന്ദർശിച്ചു. ടോളിച്ചോക്കി എക്സ് റോഡ്, ഹക്കിംഗ് ബേഡ്, KGN നല്ല, മോത്തി ദർവാസ, അഹമ്മദ് കോളനി, ലങ്കർ ഹൗസ്, ഹുദാ ചെരുവ് തുടങ്ങിയ മഴക്കെടുതി പ്രദേശങ്ങളാണ് കർവാൻ MLA കൗസർ മൊയ്തീനോടൊപ്പം കമ്മീഷണർ സന്ദർശിച്ചത്. കൂടാതെ ട്രാഫിക് ജോയിന്റ് പോലീസ് കമ്മീഷണർ ഗജറാവു ഭൂപാലിനൊപ്പം മാൽക്കം തടാകവും സന്ദർശിച്ചു. ഗതാഗത സാഹചര്യങ്ങളും തടാകത്തിലെ ജലനിരപ്പും അവലോകനം ചെയ്ത ശേഷം കമ്മീഷണർ മഴക്കാലത്തിനു ശേഷമുള്ള വെള്ളക്കെട്ട് പരിഹരിക്കൽ, ചെളിയും മാലിന്യവും നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഫീൽഡ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് പോകരുതെന്നും പകരം ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും കമ്മീഷണർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഫീൽഡ് തലത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പൊതുജനങ്ങൾക്ക് 04022111111 എന്ന GHMCയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാം. വിമാനയാത്രക്കാരുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് കൊച്ചി നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുന്നു. ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് 1 വർഷത്തിനകം പണി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സതേൺ റെയിൽവേ അറിയിച്ചു. വിമാനത്താവളത്തിനടുത്തുള്ള സോളാർ പാടത്തോട് ചേർന്നാണ് പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുക. 24 കോച്ചുകളുള്ള ട്രെയിനുകൾക്ക് നിർത്താവുന്ന തരത്തിൽ 2 പ്ലാറ്റ്ഫോമുകളുള്ള സ്റ്റേഷനാവും ഇത്. ഹൈ ലെവൽ പ്ലാറ്റ്ഫോം, ഫുട് ഓവർ ബ്രിഡ്ജ്, ലിഫ്റ്റ് കണക്ടിവിറ്റി അടക്കം അത്യാധുനിക സൗകര്യങ്ങൾ സ്റ്റേഷനിൽ ഉണ്ടാകും. ചൊവ്വര നെടുവണ്ണൂർ എയർപോർട്ട് റോഡിലാകും സ്റ്റേഷന്റെ പ്രധാന കവാടം. കൊച്ചിൻ എയർപോർട്ട് എന്ന പേര് ശുപാർശ ചെയ്തിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത്, ഇന്റർസിറ്റി ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടാവും. വിമാനത്താവളത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കും തിരിച്ചും യാത്രക്കാരെ ഇലക്ട്രിക് ബസ്സുകളിൽ എത്തിക്കും. ഹൃദ്രോഗങ്ങൾ മൂലമുണ്ടാകുന്ന ആകസ്മിക മരണങ്ങൾ തടയാൻ നേരത്തെയുള്ള രോഗനിർണയം സഹായിക്കുമെന്ന് ഹൈദരാബാദ് ബെഞ്ചാര ഹിൽസ് കെയർ ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സൂര്യപ്രകാശ് റാവു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കൊത്തകുടം ചാപ്റ്ററുമായി സഹകരിച്ച് കെയർ ഹോസ്പിറ്റൽസ് KCOA ക്ലബിൽ സംഘടിപ്പിച്ച സൗജന്യ മെഗാ കാർഡിയാക് ഹെൽത്ത് ക്യാമ്പിന് നേതൃത്വം കൊടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി രോഗികൾ ആശുപത്രികളിൽ എത്തുന്നതിന് മുമ്പ് മരിക്കുന്നതിനാൽ ഹൃദയ സംബന്ധമായ ലക്ഷണങ്ങൾ കാണിക്കുന്ന രോഗികൾക്ക് പ്രാരംഭഘട്ടത്തിൽ ചികിത്സ നൽകുക എന്നതാണ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. ജില്ലയിൽ ഉടനീളമുള്ള ഏകദേശം 500 രോഗികൾക്ക് ECG, 2D എക്കോ, ലിപ്പിഡ് പ്രൊഫൈലുകൾക്കായുള്ള രക്തപരിശോധന എന്നിവ ഉൾപ്പെടെയുള്ള സൗജന്യ പരിശോധനകൾ നടത്തി. കെയർ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം രോഗികളെ പരിശോധിച്ചു. കൊത്തകുടം ഏരിയയിലെ ഡോക്ടർ സൂര്യപ്രകാശ് റാവുവിന്റെ 30 വർഷത്തെ സേവനത്തെ അടയാളപ്പെടുത്തുന്നതുകൂടിയായിരുന്നു ക്യാമ്പ്. അന്തരിച്ച് 36 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീറിന് ചിറയൻകീഴ് ശാർക്കര ദേവീ ക്ഷേത്രത്തിന് സമീപം സ്മാരകമുയരുന്നു. അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരിയും തീരമിതാ. 2021 പണി ആരംഭിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മാണം നീണ്ടുപോയി. 3 നിലകളിലായി ഒരുങ്ങുന്ന സാംസ്കാരിക സമുച്ചയത്തിന്റെ താഴത്തെ നിലയിലെ മ്യൂസിയം, ഓഫീസ്, ഓപ്പൺ എയർ തിയേറ്റർ, സ്റ്റേജ് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി. 1ഉം 2ഉം നിലകളുടെ നിർമ്മാണത്തിന് 1.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. അടുത്തിടെ അന്തരിച്ച പ്രേം നസീറിന്റെ മകനും നടനുമായിരുന്ന ശ്രീ ഷാനവാസിന്റെ ഒരാഗ്രഹം കൂടിയായിരുന്നു 4 പതിറ്റാണ്ടുകാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന തന്റെ പിതാവിന് ജന്മനാട്ടിൽ ഒരു സ്മാരകമുയർന്നു കാണുക എന്നത്. സിനിമാ രംഗത്ത് ശ്രീ പ്രേം നസീർ നൽകിയ സംഭാവനകളെ മാനിച്ച് 1983 പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു.
542 സിനിമകളിൽ നായകനായി അഭിനയിച്ചതിൻ്റെ പേരിലും ഒരേ നായികയ്ക്കൊപ്പം 130 ചിത്രങ്ങളിൽ അഭിനയിച്ചതിൻ്റെ പേരിലുമായി 2 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ പ്രേം നസീർ നേടി. വിട പറയും മുൻപേ എന്ന സിനിമയിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ജൂറി അവാർഡും ലഭിച്ചിരുന്നു. 1989 ജനുവരി 16 മലയാള സിനിമ കണ്ട ഏറ്റവും സുന്ദരനായി ഈ നായക നടൻ 62ാമത്തെ വയസ്സിൽ അന്തരിച്ചത്. ഓണക്കാലത്തെ വരവേൽക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകളുമായി പൊതുവിതരണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള സപ്ലൈകോ 2 ലിറ്റർ വെളിച്ചെണ്ണ സപ്ലൈകോയിലൂടെ നൽകുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. സബ്സിഡി വെളിച്ചെണ്ണ ലിറ്ററിന് 349 രൂപയ്ക്കും 1/2 ലിറ്ററിന് 179 രൂപയ്ക്കും നൽകും. സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണ ലിറ്ററിന് 429 രൂപയും 1/2 ലിറ്ററിന് 219 രൂപയുമാണ്. ജില്ലാ കേന്ദ്രങ്ങളിൽ 10 ദിവസത്തെ മെഗാ ഓണച്ചന്തകളും നിയമസഭാ മണ്ഡലങ്ങളിൽ 5 ദിവസത്തെ ഓണച്ചന്തകളും സംഘടിപ്പിക്കും. സംസ്ഥാനതല ഓണച്ചന്ത തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ആഗസ്റ്റ് 25 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നിലവിൽ ഒരു റേഷൻ കാർഡിന് 8 കിലോ അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിതരണം ചെയ്യുന്നത്. ഇതിനു പുറമെ കാർഡൊന്നിന് 20 കിലോ പച്ചരിയോ പുഴുക്കലരിയോ 25 രൂപ നിരക്കിലും ലഭ്യമാക്കും. AAY കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമായി 15 ഇനം സാധനങ്ങൾ ഉൾപ്പെട്ട 6 ലക്ഷത്തിലധികം ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. കിറ്റുകളുടെ വിതരണം ആഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 2 വരെയാണ്. തണൽ ഡെക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.